ശരി, റഹീസ് റഷീദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റഹീസ്, CPIM ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എല്ലാവരും വിലയിരുത്തിയിരുന്നത് വിഭാഗീയത പൂർണ്ണമായും ഒഴിവായി എന്നാണ്. പല പല ചരിത്രങ്ങളുണ്ട് CPM-ന്. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു വിഭാഗീയതയും ഇല്ല എന്നായിരുന്നു പൊതുവെ വിലയിരുത്തപ്പെട്ടത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അങ്ങനെയല്ലല്ലോ റഹീസ്. പ്രത്യേകിച്ചും വിഭാഗീയ പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കൾ ഉണ്ട് എന്ന് പാർട്ടി എടുത്തു പറയുന്നുണ്ട്, അല്ലേ? മാത്രമല്ലാതെ പ്രാദേശിക തലത്തിലാണെന്ന് മാത്രമാണോ വിലയിരുത്തേണ്ടത്? വെങ്കി, CPM സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട, സർക്കാരുമായി ബന്ധപ്പെട്ട, ഓരോ നേതാക്കളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ, അല്ലെങ്കിൽ അതിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന നിലയിലാണ് വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത മണിക്കൂറുകളിൽ പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട, അതിനകത്ത് കേരളം ചർച്ച ചെയ്യേണ്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ അടുത്ത വാർത്താ ബുള്ളറ്റിൻ മുതൽ വിപുലമായ രീതിയിൽ നൽകും. വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ പാർട്ടിക്കകത്ത് ഉണ്ടായ വിഭാഗീയതയെക്കുറിച്ച് കൃത്യമായി പറയുന്നു. സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട MV ഗോവിന്ദൻ പറഞ്ഞത്, പാർട്ടി പണ്ടത്തെ പോലെയുള്ള പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നത് എന്നാണ്. വിഭാഗീയത എന്ന് ഇതിനകത്ത് അർത്ഥം വെക്കുന്നത് നമ്മൾ കാണുന്ന പാർട്ടിക്കുള്ളിൽ 1991 സംസ്ഥാന സമ്മേളനത്തിൽ തുടങ്ങിയ ആ വിഭാഗീയതയുടെ മറ്റൊരു രൂപമാണ്. 91 കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി EK നായനാർ വരുന്നതോടുകൂടിയാണ് നമ്മൾ ഈ അടുത്ത കാലം വരെ കണ്ടിരുന്ന വിഭാഗീയത പാർട്ടിക്കകത്ത് രൂക്ഷമായി വന്നത്. അത് 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനം വരെ നീണ്ടു നിന്നു. VS-ഉം നയനാരും തുടങ്ങി അത് VS-ഉം പിണറായി വിജയനും എന്ന രീതിയിലേക്കാണ് അവസാനമെത്തിയത്. ആലപ്പുഴ സമ്മേളനത്തിൽ, VS-ന്റെ സ്വന്തം നാട്ടിൽ നടന്ന സമ്മേളനത്തിൽ VS-നെതിരെ സംഘടനാ റിപ്പോർട്ടിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ വന്നപ്പോൾ കൂടെ ആരുമില്ലാതെ ചിറകരിഞ്ഞു പോയ ഒരു നിലയിൽ VS എത്തുകയും ആ ചർച്ചയിൽ തന്നെ വിമർശിക്കുന്നത് കേൾക്കാൻ ഇരിക്കാതെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയന് പകരമായി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വരുന്നു. പിന്നീട് VS പഴയ പോലെ സജീവമാവുന്നില്ല. പക്ഷേ ആ വിഭാഗീയതയുടെ അലയൊലികൾ പാർട്ടി സഖാക്കളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് സംഘടനാ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. അത് ഇപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത കാലത്തെ സംഭവങ്ങളാണ്. മണ്ണാർക്കാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കരുനാഗപ്പള്ളിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇടുക്കിയിൽ ചില പോക്കറ്റുകളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. വിഭാഗീയതയുടെ അലയൊലികൾ അവസാനിച്ചിട്ടുണ്ടെങ്കിലും ചില സ്ഥലത്ത് അതിപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ ഓർമ്മകളിലാണ് ചില സഖാക്കൾ ഉള്ളത്. പ്രാദേശികമായി പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അങ്ങനെ പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ CPM-നകത്ത് വലിയ രൂക്ഷമായ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അന്ന് ഒരു നേതാവിൽ കേന്ദ്രീകരിച്ചായിരുന്നു സംസ്ഥാനത്ത് പാർട്ടി സഖാക്കൾ രണ്ട് പക്ഷം ചേർന്ന് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ ഇപ്പോൾ അത് മാറി ഓരോ ജില്ലയിലേക്കും വരുമ്പോഴും അല്ലെങ്കിൽ ഏരിയയിലേക്കും വരുമ്പോഴും അവിടുത്തെ നേതാക്കളുമായി ബന്ധപ്പെട്ട് അതിലേറ്റവും കൂടുതൽ ഒരു വിഭാഗീയ പ്രവർത്തനം നടക്കുന്ന ജില്ല എന്ന് ആലപ്പുഴയെ പറയാം. കണ്ണൂരിൽ പോലും നേതൃതലത്തിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ്, ആശയപരമായ എതിർപ്പും മറ്റും ഉണ്ട്. അതുകൊണ്ട് ആ വിഭാഗീയതയായിരിക്കും ഇതിനകത്ത് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ ഇതിനൊപ്പം രണ്ട് കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇന്നലെ സംഘടനാ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് നമ്മൾ വിളിച്ചെടുത്തപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ EP ജയരാജനും ഒപ്പം സജി ചെറിയാനും എതിരെയുള്ള വിമർശനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ വിമർശനത്തിൽ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ ആ അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം, സജി ചെറിയാൻ പ്രസംഗിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നതാണ്. ഒപ്പം EP ജയരാജനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റുകയായിരുന്നു EP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ
പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന തരത്തിലായിരുന്നു പറഞ്ഞത്. അതിലെ കുറച്ചുകൂടി വിശദാംശങ്ങൾ നമുക്ക് ഇതിനകത്ത് നൽകേണ്ടി വരും. പാർട്ടി സംസ്ഥാന സംഘടനാ റിപ്പോർട്ടിൽ ഓരോ നേതാക്കളെയും പേരെടുത്തു പറഞ്ഞ് വിലയിരുത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ പോലും പറഞ്ഞു പോവുകയാണ്. ഇതിനകത്ത് EP ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പാർട്ടിയെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന EP കർഷക മുന്നണി രംഗത്ത് സഹായകരമായ പ്രവർത്തനം പാർട്ടിക്ക് നടത്തുന്നുണ്ട്. വിവിധ സബ് കമ്മിറ്റികളുടെയും ഫ്രാക്ഷനുകളുടെയും ചുമതല നിർവഹിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അംഗമായ EP ജയരാജൻ. യുവജന രംഗം, സഹകരണ രംഗം എന്നിവയുടെ ചുമതലയും ഈ സഖാവ് വഹിക്കുന്നു. ഇടക്കാലത്ത് പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്ത നിലയുണ്ടായിരുന്നു. അതാണ് ഇന്നലെ നമ്മൾ കൊടുത്തത്. അത് ഈ EP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ EP-യെ നന്നാക്കി, EP-യുടെ പോസിറ്റീവ് കാര്യങ്ങൾ പാർട്ടി ഫാക്ഷനിലടക്കം ബന്ധപ്പെട്ട ചുമതലകളിലടക്കം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ EP-ക്ക് വിമർശനമുണ്ടായിരുന്ന കാര്യം മാത്രമാണ്. ആ വിമർശനമാണെങ്കിൽ പോലും ഇതിനകത്തുള്ള സംഘടനാ റിപ്പോർട്ടിലുള്ള കൃത്യമായ വരികൾ ഇടക്കാല പ്രവർത്തനത്തിൽ സജീവമല്ലാത്ത നിലയുണ്ടായിരുന്നു. LDF കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. അത് കൃത്യമായി തന്നെ പറയുന്നു. LDF കൺവീനർ സ്ഥാനത്തുണ്ടായിരുന്ന EP ജയരാജനെ മാറ്റുകയാണ് ഉണ്ടായത്. EP-യെ മാറ്റിയതാണോ, EP മാറിയതാണോ എന്ന ചർച്ച. EP ഇപ്പോഴും ഞാൻ മാറിയതാണ് എന്ന നിലപാടുള്ള ആളാണ്. പക്ഷേ MV ഗോവിന്ദൻ ഇതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളോട് EP-യെ മാറ്റിയതായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. രണ്ടുപേരും രണ്ട് പറഞ്ഞെങ്കിലും സംഘടനാ രേഖയിൽ അത് കൃത്യമായി തന്നെ പറയുന്നു, മാറ്റപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതിനുശേഷമാണ് സമ്മേളന ഘട്ടത്തിൽ സജീവമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് മാറി നിന്നു. പിന്നീട് ബ്രാഞ്ച് സമ്മേളനം മുതൽ തുടങ്ങിയ CPM-ൻ്റെ സംസ്ഥാന സമ്മേളന നടപടികൾ തുടങ്ങിയപ്പോൾ EP സജീവമായിരുന്നുണ്ട്. അതായത് EP ജയരാജൻ്റെ കാര്യം പറയുമ്പോൾ EP ജയരാജന് കൊടുത്ത പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും സെക്രട്ടേറിയറ്റിലടക്കം പങ്കെടുക്കാതിരുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. EP-യുമായി ഉണ്ടായ മറ്റു വിവാദങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട വിവാദമുണ്ട്, ആത്മകഥാ വിവാദമുണ്ട്. അക്കാര്യങ്ങളൊന്നും പരാമർശിക്കാതെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുതിർന്ന അംഗമായ EP ജയരാജനെക്കുറിച്ച് പറഞ്ഞു പോകുന്നത്. മറ്റൊന്ന് സജി ചെറിയാനെക്കുറിച്ച് പറയുന്നതാണ്. സജി ചെറിയാനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞത് പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന വിമർശനമാണ് സജി ചെറിയാനുള്ളത് എന്നതാണ്. ആ വരി ഇതിനകത്തുണ്ട്. പക്ഷേ അതിന് മുമ്പായി സജി ചെറിയാനെ പുകഴ്ത്തുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സജി ചെറിയാൻ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. ആലപ്പുഴ ജില്ലയെ സംഘടനാപരമായി സഹായിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിൽ നിന്ന് പോകേണ്ടി വന്നു. കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞതോടെ മന്ത്രിസഭയിൽ സമ്മേളനത്തിൽ നിന്ന് സംഘടനാ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ് റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. വിഭാഗീയതയുണ്ടെന്ന കാര്യം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ്.